ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരമെല്ലാം ഒന്ന് കാണിക്കാൻ പോവാണ്. അത് നമ്മുടെ ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണോടുണ്ട്, വേറെ ശരിക്കും ഇവിടെ 4 പൂച്ചയാണുള്ളത്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ പരിസരം നോക്കാം. അവിടെ കാണുന്നതൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നേരെ അമ്മ ഇവിടെ നിന്നത് ഓടിക്കളഞ്ഞു. ഇത് നമ്മുടെ അടുക്കളയുടെ വശമാണ്. ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഒരു ബാക്ക് വശം. അങ്ങനെ ഇതാണ് തൊഴുത്തില്. ഇതേ അമ്മ. ഈ തൊഴുത്തില് ഇവിടാണ് അമ്മ. അമ്മ വീഡിയോ ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടാ അത് നമ്മുടെ കല്യാണി. ഇത് കല്യാണിയുടെ അമ്മയാണ്. ഉണ്ണിക്കുട്ടൻ്റെ അമ്മയെ കൊടുത്തു. നമുക്ക് അടുത്ത് ഇങ്ങോട്ട് പോവാം. ഇത് നമ്മൾ പോകുന്ന വഴിയിലോട്ടെല്ലാം പോകുന്നുണ്ട് ഗൈസ്. ചിലപ്പോൾ നമ്മളെ വഴി കാട്ടി തരുമായിരിക്കും. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ഒന്നും കാണിക്കുന്നില്ല. ഇത് അപ്പുറത്തെ വീട്ടുകാരുടെയാണ്. അപ്പുറത്തെ വീട്ടുകാരുടെ അടുക്കളയുടെ വശം. ഇത് ഇവരുടെ തന്നെ പറമ്പാണ് കേട്ടോ. ഇവരുടെ തന്നെ പറമ്പാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വിറകൊക്കെ എടുക്കാറുണ്ട്. ഇത് നമ്മളോട് ഇണങ്ങത്തില്ല കേട്ടോ. ഇതിൻ്റെ വേറെ ഒരു ടൈപ്പ് ഉണ്ട്, അതേ നമ്മളോട് ഇണങ്ങത്തുള്ളൂ. അവിടായിട്ടാണ് വേസ്റ്റ് കളയാൻ നമ്മൾ പോകുന്നത്. അവിടോട്ട് പോകണോ? പോകണമെങ്കിൽ പോകാം. അവിടെ കൊണ്ട് ഒരു കുഴി പോലെ കണ്ടോ, അവിടെയായിട്ടാണ് നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കളയുന്നത്. ഗൈസ്, ഞങ്ങളെ വീഡിയോ എടുത്തോണ്ടിരുന്ന് ഞങ്ങളെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കണ്ടോ ഗൈസ് അമ്മ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടെന്ന്, നിങ്ങളുടെ പരിസരമൊക്കെ എങ്ങനെയാണെന്നും കമൻറ്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പം കുരുങ്ങി ഗൈസ്, കുരുങ്ങി. ഹാർഡ് വർക്കാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ ഗൈസ്, ആംബുലൻസ് ഒക്കെ ഗൈസ്. നമ്മളെ ഇവിടുന്ന് അങ്ങ് കാട്ടിലോട്ട് കയറി പോകുന്നത് ഗൈസ്. കാട്ടിലാണ് ഇതൊക്കെ ഗൈസ്. ഈ ഒരു പൂവ് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് പറയണം കേട്ടോ. അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിൽ വിടരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണിക്കാൻ. അതുകൊണ്ട് അത് അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ്. ഇത് നമ്മളോട് ഇണങ്ങത്തില്ല. ഇതിൻ്റെ അമ്മയാണ് കേട്ടോ. ഈ ബ്രൗണിൻ്റെ അമ്മയാണിത്. എല്ലാത്തിൻ്റെ അമ്മയാണിത്. ഇത് നമ്മുടെ 2 കോഴികൾ, കറുത്ത കോഴികൾ. നമുക്ക് കാട്ടിലേക്ക് കയറാം ഗൈസ്. ഭയങ്കര നിഗൂഢമായ കാടാണ് ഗൈസ്. താഴെ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. അപ്പം ഇവിടെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഷോർട്ടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്ര വലിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ആ കുഴിയുടെ അടുത്ത് വരെ പോകാം. കമോൺ. ഈ ഒരു നിഗൂഢമായ കാറ്റിൽ ഒറ്റയ്ക്ക് വന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ്. അതും ഞങ്ങൾ രണ്ടുപേരും മാത്രം ഗൈസ്. ഇവിടെ ഒരു ചെറിയ പുഴ പോലെ ഒരു ആറായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ആറാണ് ശരിക്കും. ഇവിടെ ഒരു ആറാണ്. കൊണ്ട് അപ്പുറത്തൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഇത് ഗൈസ് കണ്ടോ, ഒരു പുഴ പോലെ. ഇവിടെയാണ് എല്ലാവരും, അപ്പുറത്തേക്കാരും ഇപ്പുറത്തേക്കാരും എല്ലാവരും ഇവിടെയാണ് വേസ്റ്റ് കൊണ്ടുവന്ന് കളയുന്നത്. അതെ, പൂച്ച എന്താണ്ടൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തിൻ്റെ ആണെന്ന് അറിയാം. നേരത്തെ ഇവിടെ ഒരു ചെടി നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. നല്ലൊരു രസമുള്ള ചെടിയായിരുന്നു. അപ്പോൾ അതിന് ഇപ്പം അതിൻ്റെ ആയിരുന്നു തോന്നല്ലേ ആ പൂവ്. അതിൻ്റെ ആയിരുന്നു. നമ്മുടെ കോഴിക്കൂട്ടന്മാർ, മുളക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ കാട്ടിൽ നിന്നൊന്ന് വെള്ളിൽ ഇറങ്ങിയിട്ട് അടുത്ത വീഡിയോ അല്ല ഇതിന് ബാക്കി എടുക്കാം. ഇപ്പോൾ ഗൈസ് പകുതിയോളം ഞങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് പൈനാപ്പിളൊക്കെ നിൽക്കുന്നിടത്തോട്ട് പോവാം കേട്ടോ. അപ്പുറത്തായിട്ടാണ് പൈനാപ്പിൾ. ഈ തുണിയൊക്കെ കിടക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടാണ് പൈനാപ്പിൾ. വേറെ വഴിയുണ്ട്, അതുവഴി നമുക്ക് പോവാം. അവിടെ കാടായതുകൊണ്ട് തന്നെയാണ് അതുവഴി പോകാത്തത്. നമുക്ക് അതുവഴി പോവാം. കിട്ടുന്ന നോട്ടം കണ്ടോ ഗൈസ്. കല്യാണി ഞാനൊന്ന് തൊട്ടില്ല. കല്യാണിയുടെ ഇവിടെ എന്ത് ഇതാണ് നമ്മൾ അലക്കുന്ന സ്ഥലം. അലക്കൽ വെക്കുന്നൊക്കെ സ്ഥലം. ഇവിടെ തുണിയൊക്കെ
ഇത് അവിടെ ആയിട്ടാണ് കേട്ടോ പൈനാപ്പിൾ. കാണിച്ചു തരാം. കുറച്ച് ഒന്ന് ഇതായിട്ടാണ്, ബ്രറായിരിക്കും. ഭയങ്കര ദൂരമാണ് കേട്ടോ, ഭയങ്കര കാടിൻ്റെ അകത്തോട്ടാണ്. അപ്പം നമുക്ക് അടുത്ത് അങ്ങോട്ട് പോകാം. വിളിക്കുന്നുണ്ട് അങ്ങോട്ടോ. ആ തുണി വിരിച്ചിട്ടൊക്കെ നേരത്തോട്ട് നിങ്ങളെ കാണിക്കണോ ഗൈസ്? നമ്മൾ മുള്ളുവേലിയൊക്കെ കടന്ന് മറിഞ്ഞ് വീഴല്ലേ ഗൈസ്. തുണി വിരിക്കുന്നിടത്തോട്ട് പോവാണ് ഗൈസ്. ഇവിടുന്ന് മഞ്ചാടിക്കുരുവൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിറച്ച് മഞ്ചാടിക്കുരുവൊക്കെ ഇവിടെ നിൽക്കും ഗൈസ്. പേടിപ്പിച്ച് കളഞ്ഞു ഗൈസ്. ഇതാണ് തുണി വിരിക്കുന്നിടം എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഒരു കൃഷിത്തോട്ടം ആണ് ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലേ. അതുകൊണ്ട് ആ ചെടിയുടെ കാര്യമാണ് പറഞ്ഞത് ഇവള്. ഈ നിൽക്കുന്ന ചെടി കണ്ടോ, ഇതിൻ്റെ കാര്യം. ഇതിനകത്തൊരു പച്ച കളറിലെ ഒരിതുണ്ട് കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ. തിന്നാനൊന്നും പറ്റത്തില്ലെങ്കിലും നല്ല രസമാണ് കേട്ടോ കേസ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് പോവണ്ട, അവിടെ പാലയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കേസ് നമുക്ക് പകുതി വെച്ച് നിർത്തി പോകാം. ഇവിടെ താഴെയെല്ലാം മഞ്ചാടിക്കുരു ആയിരിക്കും. ഒന്ന് ഓടിച്ച് പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. മഞ്ചാടിക്കുരു ഒന്നും കാണില്ല. മഞ്ചാടിയൊക്കെ തീർന്നു എന്ന് തോന്നുന്നു ഗൈസ്. അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അപ്പുറത്തെല്ലാം പാലയാണ്. ഇവിടെ വെച്ച് നിർത്തുകയെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ വെച്ച് നിർത്താനും പറ്റില്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എന്തായാലും വീട്ടിലോട്ട് പോകാം. അതെ ഇത് മുള്ള് ഉള്ളതല്ലേ? അല്ലല്ലോ, ഉണ്ട് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. അവിടെ നിറച്ച് ഇത് 2 മഞ്ചാടിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. എവിടെ നിന്ന് കിട്ടി? അതെ, ഇവിടെ മഞ്ചാടി മരമുണ്ട് ഗൈസ്. ഇവിടെ എൻ്റെ മഞ്ചാടി ഇതിന് മണ്ടയ്ക്കാണ് ഗൈസ് മഞ്ചാടി ഉള്ളത് ഗൈസ്. ഇവിടെ നിറച്ച് മഞ്ചാടി ഉണ്ട്. നിറച്ചൊന്നും ഞാൻ കണ്ടില്ല, അന്നേരം ഒരു 3-4 കണ്ടു ഗൈസ്. അതൊന്ന് പിറക്കി നോക്കാം. ഇവർക്ക് എവിടെ പോയാലും മഷ്റൂം കണ്ട ഗൈസ്, അതിനകത്തോട്ടൊന്ന് വീടിട്ടു. ഇപ്പോൾ തുണി വിരിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് മഷ്റൂം അല്ലേ ഈ മഞ്ചാടി പിറക്കിയിരിക്കും ഗൈസ്. നിറച്ച് മഞ്ചാടി ഗൈസ്. ഇവിടെ എനിക്കാണെങ്കിൽ ഗൈസ് പോവാം. ഒരു മിനിറ്റ്. ഈ മഞ്ചാടി കണ്ടാൽ നിർത്താനും തോന്നത്തില്ല. പിറക്കി ഒരു മിനിറ്റ് ഗൈസ്. അപ്പം ഞാൻ ഈ മഞ്ചാടി കിട്ടിയോ? എന്തോ നീ കാണിക്കാൻ വന്നത്? പൂച്ച. അത് അമ്മയുടെ കിളിങ്ങി പൂച്ച. പൂച്ചയുടെ കുളിസിയിലാണ് ഉണ്ടാക്കുന്നത്. കുളിസിയിലല്ല ശരിക്കും. അപ്പം നമുക്ക്